ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്ര. തമിഴ്നാട് സൈഡിലേക്ക് പോകണം എന്നൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിപ്പെട്ട ഒരു സുന്ദരമായ ഒരു സ്ഥലമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ ട്രിവാൻഡ്രം നാഗർകോവിൽ ഹൈവേയിലൂടെയുള്ള കുറച്ച് നേരത്തെ ട്രാവലിന് ശേഷം കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഒന്ന് ബൈക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ അടുത്ത് എവിടെയെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നു മാമ്പഴത്തുറയാർ ഡാം. നാച്ചുറൽ ലവേഴ്സിന് പറ്റിയൊരു സ്പോട്ടാണ് ഇത് എന്നാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും പ്രകൃതി സ്നേഹികളായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയുടെ രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞതായിരുന്നു. എന്ന് മാത്രമല്ല അങ്ങോട്ട് പോകും തോറും വീടുകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആൾ താമസം ഇല്ലാത്ത ഏരിയ ആണോ ഇത്, അതോ ഏതെങ്കിലും കാട്ടിലോട്ടാണോ എസ്റ്റേറ്റിലോട്ടാണോ എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴി നേരെ പോയി നിന്നത് ഒരു എസ്റ്റേറ്റിലായിരുന്നു. ആ എസ്റ്റേറ്റിന് അങ്ങോട്ട് റോഡില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് കയറുന്നത് ചിലപ്പോൾ സേഫ്റ്റി ആവില്ല എന്നോർത്തിട്ട് റോഡ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെ നേരെ പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പോയി കഴിഞ്ഞപ്പോൾ കുന്നുകളൊക്കെ കാണാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു കാടിൻ്റെ ആ ഒരു ആംബിയൻസും എന്നാൽ അതിൻ്റെ റൈറ്റ് സൈഡ് കുറേ കൃഷിയിടങ്ങൾ. ഇതിന് രണ്ടിനും നടുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ കാടിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗണ്ടില്ലേ, ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും. ഇതിനിടയിൽ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒക്കെ കാണാനായിട്ട് പറ്റും. ഇത് ഏതാണ് സ്ഥലം എന്താണ് എന്നൊക്കെ ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇത് മാമ്പഴത്തുറയാർ റിസർവോയർ, അതുപോലെ ഇതിനകത്താണ് മാമ്പഴത്തുറയാർ ഡാമും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള ആളുകൾ കന്നുകാലികളെ കെട്ടിയിടാറില്ല. അത് റോഡിലൂടെ വെറുതെ മേഞ്ഞുകൊണ്ട് നടക്കും. അതുപോലെ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നിറയെ ഇനം കിളികളെയൊക്കെ കാണാൻ പറ്റും. ദേശാടന കിളികളും ചെറിയ കിളികൾ കൂട്ടത്തോടെ പറക്കുന്നത് ഒക്കെ ഇവിടെ കാണാൻ കഴിയും. കന്യാകുമാരി ജില്ലയിലെ അധികം ആർക്കും ഈ റിസർവോയറിനെ പറ്റി അറിയില്ല. വളരെ റൂറൽ ആയിട്ടുള്ളൊരു ഏരിയയാണിത്. ഒട്ടും വികസനം എത്താത്ത ഒരു സ്ഥലം കൂടിയാണിത്. ഇതാണ് അപ്പൂപ്പൻ താടിമരം. ഇതിന്റെ കാ പൊട്ടിയാണ് പറന്നു പോകുന്നത്. കായില്ലല്ലോ. ആ പച്ചക്കാ നിൽക്കുന്നു. പൊട്ടിച്ചോക്ക്. പച്ചക്കാ പൊട്ടിച്ചിട്ട് കാര്യമില്ല. ഉണങ്ങി അത് പഴുത്തില്ല, പഴുത്ത് വരണേ ഉള്ളൂ. ഇതിൽ പഞ്ഞി പോലൊരു സാധനമുണ്ട്. ഇത് പിഞ്ചല്ലേ, വിളയണം. ഇവിടെ ഇഷ്ടംപോലെ അപ്പൂപ്പൻ താടി പറക്കണം. നീ കണ്ടു. നമുക്കിനി ഇവിടുത്തെ കുറച്ച് വ്യൂ പോയിന്റ്സ് കണ്ടാലോ.
മരുതത്തൂർ മലയിൽ നിന്നാണ് മാമ്പഴത്തുറയാർ റിവർ ഉത്ഭവിച്ചിട്ടുള്ളത്. കന്യാകുമാരി ജില്ലയിൽ കാർഷിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച അണക്കെട്ടാണ് മാമ്പഴത്തുറയാർ അണക്കെട്ട്. 1925 നാഗർകോവിൽ ടൗണിലേക്ക് കുടിവെള്ളം എത്തിക്കാനാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ മുക്കൂടൽ ഡാമിന്റെ വരവോടെ ഇത് നിർത്തലാക്കപ്പെട്ടു. പിന്നീട് ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് 2010-ലാണ്. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് പോകുമ്പോൾ വില്ലുകുറി എന്ന സ്ഥലത്തെത്തുമ്പോൾ ദേശീയപാതയ്ക്ക് കുറുകെയായിട്ട് അക്വാഡക്റ്റ് കടന്നു പോകുന്നത് കാണാം. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്ന ചെറിയൊരു റോഡുണ്ട്. ഈ റോഡിലൂടെയാണ് മാമ്പഴത്തുറയാർ റിസർവോയറിലേക്ക് എത്തുന്നത്. കന്യാകുമാരി പോകുന്ന വഴി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.